മാറവേ നിഴൽ മായവേ ഒരേ സ്വരം ഒരേ മുഖം ഒരേ മനസ്സുകളായി നാം ഈ നേരവും എവിടെ മോനെ கடலாவும் கூடலானே எதுவும் வேணாமே வேணாமே முடிவும் கூடலானே போகி 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 Boogie, 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 boogie. எங்க வச்சான் எவ்வளவு வச்சான் எப்படி வச்சான் எதுக்கு வச்சான் என்ன இங்க கொண்டு வந்த என்ன இங்க கொண்டு போக போகி 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 அடங்காத அசுரந்தான் மணங்காத மனுஷன்தான் தோளோடு தோள் நின்ன தருவான உசுரதான் ஓடிக்கு போகணும் போகணும் பொருளை எடுத்து வாயா யாரங்க ஒதுங்கு ஒதுங்கு ஆயனும் வருவாங்கியா നല്ല യമണ്ടൻ തേനുണ്ടൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കാറ് നിർത്തിയപ്പോഴാണ് ഇതേ ഈ മുതലിനെ പരിചയപ്പെടുന്നത്. ഇത് സ്വർണം ബാബു, നെന്മാറയിൽ വഴിയോര ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ് ആള്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഒരേ നിർബന്ധം, തൻ്റെ നാടായ പേഴുംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുകയാണ്, അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന്. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അത് നിരസിച്ചു. പക്ഷെ പുള്ളി വിട്ടില്ല, വാശി പിടിച്ച് കൊണ്ടുപോയി. എനിക്ക് മടി കാരണം ഞാനും ബഷീറും കാറിൽ തന്നെ ഇരുന്നു. സിയാദ് ഷെബീവും പോയി കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, മടിയൊക്കെ മാറ്റി വെച്ച് വേദിയിൽ പോയി നിന്ന് ഭക്ഷണം വാങ്ങി. എൻ്റെ മോനെ അസാധ്യ സദ്യയാണ്, വയറ് നിറയെ കഴിച്ചു. അവിടുത്തെ നാട്ടുകാരെ ഞങ്ങളെ സ്നേഹിച്ച് കഴിപ്പിച്ചു എന്ന് പറയുന്നത് ശരിക്കും ശരി. ബാബേട്ടനെ ഈ സമയത്ത് കാറിലിരിക്കുന്ന ബഷീറിന് ഫുഡ് എത്തിക്കാൻ മറന്നില്ല കേട്ടോ, കാറിൽ കൊണ്ടുപോയി കൊടുത്തു ഫുഡ്. അങ്ങനെ ബാബേട്ടനോട് യാത്ര പറഞ്ഞിട്ട് നേരെ നെല്ലിയമ്പതിക്കാണ് വെച്ചു പിടിച്ചു. പണ്ടേതോ ഇന്റർവ്യൂവിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ നിഷ്കളങ്കരായ മനുഷ്യരെ കാണണമെങ്കിൽ പാലക്കാട് ചെല്ലണം. സത്യമാണ്, കാരണം ഞാനും പാലക്കാട്ടുകാരനാണല്ലോ. അങ്ങനെ പോത്തുണ്ടി ഡാം എത്തിയപ്പോഴാണ് ഉറപ്പിച്ചത് നെല്ലിയാമ്പതി റോഡ് ഉരുൾപൊട്ടൽ കാരണം അടച്ചിരിക്കുന്നു, ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല, ഒരു വാഹനം ആരും കയറ്റിവിടുന്നില്ല. അപ്പോൾ ബാബുവേട്ടൻ ഞങ്ങളോട് നേരത്തെ സംശയം പറഞ്ഞിരുന്നു. അങ്ങനെ പോത്തുണ്ടി ഡാം ചെറുതായി ഒന്ന് ചുറ്റി യാത്ര അവസാനിപ്പിച്ചു. നമ്മുടെ ചെക്കനെ സേഫായി വീട്ടിലും എത്തിച്ചു. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ്.